അച്ഛൻ അമ്മയുണ്ട്, അച്ഛൻ അച്ഛനുമുണ്ട്, അമ്മക്ക് അമ്മയുണ്ട്, അമ്മക്ക് അച്ഛനുണ്ട്. 4 ടിവിയിലൂടെ ഒരു കുട്ടിക്ക് 4 ആൾ വന്നു. ഭയങ്കര പരിപാടി. അപ്പൊ ഹെഡ് ടീച്ചർ പ്രസംഗിക്കുക, മക്കളെ വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ. അപ്പൊ ടീച്ചർ സ്ഥിരം ക്ലീശയുടെ ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു കാലം പഴുത്തു വീഴും ഓർക്കണം, അവിടെ ചിരിക്കരുത് കേട്ടോ. അപ്പൊ ഒരു പയ്യൻ ടീച്ചറിന് സംശയം എന്താ, പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുത്തെടുക്കോ? എന്തായാലും കുഴപ്പമില്ല, ചിരിക്കുന്നല്ലേ. സ്മൈൽ, പുഞ്ചിരിക്കൂ. മക്കളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ കഴിയും. പുഞ്ചിരി എന്ന് പറയുന്നത് പുറത്ത് തിരിയുന്ന സാധനമല്ല, ഹൃദയപുഷ്പം വിടരുന്നതാണ് പുഞ്ചിരി. പുഞ്ചിരി ഓപ്പൺ ഹേഡ്, ഹൃദയം തുറക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ അടച്ചു വെച്ചാൽ എങ്ങനെ ദൈവത്തിന് കേടാശം? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം കാരണമുണ്ട്. ഹൃദയം തുറന്ന് വർത്തമാനം പറയുക. ദൈവം ഒരു ദിവസം അങ്ങനെ വരുമോ? ടോൾസ്റ്റോയ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ടോൾസ്റ്റോയുടെ യേശുവിനെ കാത്തുന്ന കഥയാണ്. യൂറോപ്പിലെ തണുത്ത തെരുവിൽ ചെരുപ്പ് കുത്തുന്ന ഒരാളായിരുന്നു മാർട്ടിൻ. ചെരുപ്പ് കുത്തി തളർന്നിട്ട് അവസാനം വേറെ ആരുമില്ലായിരുന്നു. ആകെയുള്ള ഒരു ബന്ധു കർത്താവ് മാത്രമാണ്. മുട്ടുകുത്തിയിട്ട്, കർത്താവേ നീ എന്റെ അരികിൽ വരൂ കർത്താവേ, ഒരു ദിവസം എനിക്ക് മറ്റു ബന്ധുക്കളില്ല കർത്താവേ, എന്റെ വീട്ടിൽ വരൂ കർത്താവേ. എപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കരഞ്ഞ് കിടക്കും. എപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും രാവിലെ ചെയ്ത് കൂട്ടൽ. ഞാൻ ഒരു ദിവസം വല്ലാതെ ജോലി ചെയ്ത് തളർന്നിട്ട് വീണ്ടും പ്രാർത്ഥിച്ച് അന്ന് കിടന്നപ്പോ രാത്രി ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. മാർട്ടിൻ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ നാളെ ഞാൻ നിന്റെ അരികിൽ വരും കേട്ടോ മാർട്ടിൻ, നാളെ ഞാൻ നിന്റെ അരികിൽ വരും. പ്രകാശ പ്രത്യക്ഷമായി. മാർട്ടിൻ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാൻ. മാർട്ടിൻ കർത്താവ് വന്നാൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അയാൾ ആകെ ചെയ്യാൻ പറ്റുക അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പുതക്കാൻ ഒരു കമ്പിളി കൊടുക്കുക എന്നുള്ളതാണ്. കിടക്കെ വിരിച്ച് ഒരു കമ്പിളി പുറത്ത് വാങ്ങി വിളിച്ചു കർത്താവ് പുതക്കാൻ. പിന്നെ വന്ന ഉടനെ ചൂടാക്കാൻ വേണ്ടി ഒരു കാബേജ് സൂപ്പ് വന്ന ഉടനെ, നമ്മുടെ ആദ്യത്തെ വലിയ കാര്യം, വന്ന ഉടനെ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കൊടുക്കണം. കാബേജ് സൂപ്പ്, സമൂഹങ്ങളിൽ വെള്ളം തിളപ്പിച്ച് വെച്ചു. വന്ന ഉടനെ ആവി പറക്കുന്ന ചായ കൊടുക്കണം. അങ്ങനെ ആദ്യം കർത്താവിൽ പ്രവേശിച്ചിട്ട് ചെരുപ്പിന്റെ പണിയെടുക്കാൻ തുടങ്ങി. ഉച്ചയായിട്ട് കർത്താവ് വന്നില്ല. ചൂടാക്കിയാലും തുടങ്ങി വീണ്ടും സൂര്യത്താക്കി. വൈകുന്നേരമായിട്ട് കർത്താവ് വന്നില്ല. വൈകുന്നേരമായപ്പോ മഞ്ഞുമഴ പെയ്യാൻ തുടങ്ങി, ഐസ് വിടാൻ തുടങ്ങി, തിരിഞ്ഞു തണുത്ത് മരവിക്കുന്നു. ആ സമയത്ത് മാർട്ടിൻ ഇങ്ങനെ റോഡിലേക്ക് നോക്കുക. ആ ചെരുപ്പുകളെല്ലാം മാർട്ടിൻ ഒന്നെങ്കിൽ പ്രിപ്പയർ ചെയ്തായിരിക്കും, മാർട്ടിൻ ഉണ്ടാക്കിയതായിരിക്കും. ചെരുപ്പ് നോക്കിയിട്ട് ആളെ കാണാം, പക്ഷെ ആണിപ്പഴുതുള്ള കാല് കാണുന്നില്ല. ആണിപ്പഴുതുള്ള കാലുകൾ കാണുന്നില്ല. മാർട്ടിൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു കുഞ്ഞിന്റെ ധീര രോദനം കേൾക്കുന്നു. ഇതാണ് ഒരു കുട്ടി കരയുന്നത്. മാർട്ടിൻ കൊടയുമെടുത്തി മഞ്ഞുമഴയിൽ കൊടയുമെടുത്ത് നോക്കുമ്പോൾ ഒരു കടയുടെ വരാന്തയിൽ ഒരു പുതപ്പില്ലാതെ കന്നത്ത് മരവിച്ചിട്ട് ഒരു സ്ത്രീയും കുഞ്ഞിങ്ങനെ നിന്ന് വിറക്കുന്നു. കുഞ്ഞി നിലവിളിച്ച് കരയുന്നു. അവർക്ക് ഓടിപ്പോയി കൊടയിൽ അവരെ ചായക്കിട്ട് നേരെ തന്റെ ചായക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഭർത്താവിന് വെച്ച കമ്പിളിപ്പുറത്തുള്ള കുഞ്ഞിനെ പുതപ്പിച്ചു. തണുത്ത് മരവിച്ച് ചത്തുപോയി. ഇതാ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ചോദിച്ചതാ, ഈ കാബേജ് സൂപ്പ് കുടിക്കുക, ഈ ചായ കുടിക്കുക. ആ സ്ത്രീക്കും കുഞ്ഞിനൊക്കെ കൊടുത്തു. ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് അയാൾ വന്നില്ല, നിങ്ങളത് വന്നല്ലോ, കൊടുത്തു. അവസാനം ആ സ്ത്രീ പറഞ്ഞു, ജോലിയില്ലാതെ പട്ടിണിയായിട്ട് കുറെ ദിവസമായി, എന്തെങ്കിലും നഗരത്തിൽ ജോലി കിട്ടുമെന്ന് അന്വേഷിച്ചു. ഒരു പണിയും കിട്ടില്ല. അപ്പൊ ഞാനൊന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് എനിക്ക് മുലപ്പാലില്ല. അതുകൊണ്ട് ആ കുഞ്ഞ് വിശന്ന് കരയുന്നത്. ഉടൻ തന്നെ മാർട്ടിൻ ബാക്കിയുള്ള കാബേജ് സൂപ്പ് ഒരു പാത്രത്തിലാക്കി കൊടുത്തു. ആ കമ്പിളി പോയപ്പോൾ ആ സ്ത്രീ അവിടുന്ന് കുറച്ച് മാറ്റിയിട്ട് അവിടെ മടക്കി വെക്കും. പറഞ്ഞു, അത് ഞാൻ വിചാരിച്ചാൽ വന്നില്ല, നീ എടുത്തോ, നീ കൊണ്ടുപോയി, ഈ കുട്ടിയെ പുറത്തിക്കാതെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ മാർട്ടിൻ അന്നത്തെ വരുമാനത്തിൽ കിട്ടിയ ചില കുട്ടികളും ആ സ്ത്രീ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് ഇതേ ഉണ്ട്, 2 ദിവസം ഭക്ഷണം കഴിക്കേണ്ട വകയുണ്ട്, ഒന്നും കൊടുത്ത ആ സ്ത്രീയാണ്. മാർട്ടിൻ വീണ്ടും കർത്താവിനെ പ്രതീക്ഷ. കർത്താവെ, ഇനി വന്ന തരാനൊന്നുമില്ല, എല്ലാം കൊടുത്തു പോയല്ലോ കർത്താവെ.
രാത്രി വൈകിട്ടും കർത്താവ് വന്നില്ല. മാർട്ടിൻ വീണ്ടും രാത്രിയിൽ മുട്ടുകുത്തി കരയാൻ തുടങ്ങി. കർത്താവേ, ഇന്നലെ എന്നോട് പറഞ്ഞതല്ലേ നീ വരുമെന്ന്, എന്നിട്ട് നീ വന്നില്ലല്ലോ കർത്താവേ. കരഞ്ഞ് കരഞ്ഞ് മാർട്ടിൻ ആ ക്രൂശിതരുടെ മുന്നിൽ തളർന്നു മയങ്ങി. രാത്രിയായപ്പോൾ വീണ്ടും പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. മാർട്ടിൻ മാർട്ടിൻ കർത്താവേ, വന്നില്ലല്ലോ, നീ പറഞ്ഞു പറ്റിച്ചല്ലോ കർത്താവേ. ആര് പറഞ്ഞു വന്നില്ല? ഞാൻ വന്നല്ലോ. ഞാൻ വന്നപ്പോൾ നിനക്ക് പുതക്കാൻ നീ കമ്പിളി പുതപ്പ് തന്നു, എനിക്ക് കുടിക്കാൻ കാബേജ് സൂപ്പ് തന്നു, എനിക്ക് ചായ സമൂറിൽ ചൂടോടെ ആറ്റി തന്നു. നീ എന്റെ വാക്കുകൾ പറഞ്ഞ് സാന്ത്വനിപ്പിച്ചു. ഞാൻ വന്നു, നിന്റെ ആതിഥ്യം സ്വീകരിച്ചു, എനിക്ക് തൃപ്തിയായി. മാർട്ടിൻ പ്രകാശം പ്രത്യക്ഷമായി. മാർട്ടിൻ മുട്ടുകുത്തി കുരിശു വരച്ചു കടന്നു. ഞാൻ വായിച്ച ഏറ്റവും നല്ല കഥകൾ. Love is God.